ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലം പോലുള്ള സമയത്ത് നിറയെ പൂക്കൾ തരുന്ന, നിറയെ പൂക്കളുള്ളൊരു പൂന്തോട്ടം തരുന്ന, എന്നാൽ ചെലവ് വളരെ കുറവുള്ള ഒരു ചെടിയായ വിങ്കാ റോസിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വിങ്കാ റോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നവർ തന്നെ വളരെ കുറവായിരിക്കും. അത് ഈ ചെടിയുമായും കൃഷിയുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണ് അറിയാവുന്നത്. അധികം അങ്ങനോട്ട് ആൾക്കാർക്ക് അറിയാവോ എന്നറിയത്തില്ല. നിത്യകല്യാണി എന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെയാണ്. അതുപോലെ ഉഷമലരി എന്നും ഇതിന് പറയാറുണ്ട്. പക്ഷെ അധികം ആളുകൾക്കും കുറച്ചൊക്കെ കാലങ്ങൾക്ക് മുൻപാണെങ്കിൽ അറിയാമായിരുന്നത് ശവക്കോട്ടച്ചെടി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ശവനാറി ചെടി എന്നൊക്കെ പറയുന്നതാണ് ഈ വിങ്കാ റോസ് എന്ന് പറയുന്ന ചെടി. അപ്പം ഞാനാണെങ്കിൽ പോലും വിങ്കാ റോസിൻ്റെ ചെടിയെ ആദ്യമായിട്ട് കണ്ടതെന്ന് പറയുന്നത് ഒരു പള്ളിയുടെ മുറ്റത്താണേ. ഞാൻ പാമ്പാടിക്കാരിയാണ്. അപ്പോൾ പാമ്പാടിയിലുള്ളൊരു ചെറിയ പള്ളി, അന്നത്തെ കാലത്ത് യാക്കോബക്കാരുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ പള്ളിയാണ്, ചെവിക്കുന്നേ പള്ളി എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. അപ്പോൾ ആ ചെവിക്കുന്നേ പള്ളിയുടെ മുറ്റത്ത് ഒരു ചെറിയ ഗേറ്റൊക്കെ വെച്ച് അടച്ചിരിക്കണം. ആദ്യകാലത്ത് അതിന് അടപ്പും ഗേറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഒരു സമയത്ത് അതിന് ഗേറ്റ് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേ കൂടെ ആൾക്കാർ നടക്കാതിരിക്കാൻ വേണ്ടി അന്ന് ചെയ്ത ഒരു പണിയാണ്. പള്ളിക്കകത്തൂടെ കയറി ഷോർട്ട് കട്ട് ചാടും. അപ്പം നമ്മൾ ഈ ഗേറ്റിൻ്റെ അതിലേ കൂടെ ഗേറ്റേ പിടിച്ച് ഇങ്ങനെ നോക്കുവാൻ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ഈ പള്ളിമുറ്റത്ത് ഇതിങ്ങനെ അതെന്ന് വളരെ സാധാരണമായിട്ടുള്ള ഈ വിങ്കാ റോസിൻ്റെ ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ശവക്കോട്ടച്ചെടിയുടെ ഒരു ചെടിയാണ്. വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇതിനെ കണ്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇന്ന് പലതരത്തിലുള്ള ഹൈബ്രിഡ് ചെടി, ചുവപ്പ് നിറത്തിലും പിങ്ക് നിറത്തിലും ക്രീം നിറത്തിലും ഒക്കെ ഹൈബ്രിഡ് ആയിട്ടുള്ള വിങ്കാ റോസിൻ്റെ ചെടികൾ വന്നിട്ടുണ്ട്. അന്ന് ഈ വയലറ്റാണ് ഏറ്റവും, പിന്നെ വെള്ളയും കാണും. അപ്പം ഞാനിതിങ്ങനെ അത് നിറയെ പൂവിട്ട് ആരും ഒരു പരിചരണവും കൊടുക്കാതെ വെറുതെ നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ആൾക്കാർ പറയും അതിലിങ്ങനെ ഏറെ നേരം നോക്കിക്കൊണ്ട് നിന്നാൽ പ്രേതം വരും എന്ന് പറയും. പള്ളി ശവക്കോട്ടയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അവിടെ നിന്ന് ആൾക്കാരെ ഓടിക്കുന്നതാണ്. അപ്പോൾ പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിയൊന്നും ഇല്ലെന്ന് ധൈര്യം പിടിച്ചൊക്കെ നിന്നെന്ന് പറഞ്ഞാലും ശരിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എനിക്ക് പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ശവക്കോട്ടയിലാണ് അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്താണ് ഞാനിത് ആദ്യമായിട്ട് ഈ ചെടി കാണുന്നത്. അപ്പം ഞാനിവിടെ ഒരു കുറച്ച് വിങ്കാ റോസിൻ്റെ ചെടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് ഇതിനെ വളർത്താൻ നല്ലതാണ്. അപ്പം നമുക്ക് ആ ചെടിയെ ഒന്ന് നട്ടുപിടിപ്പിക്കണം. അപ്പം നട്ടുപിടിപ്പിക്കാനുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വളച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഇത്രയും സ്ഥലം മാത്രമാണ് എനിക്ക് ചെടി നടാൻ വേണ്ടിയുള്ളത്. അപ്പം ഇത് ഇങ്ങനെ ഉപയോഗിക്കാതെ കിടന്നതായതുകൊണ്ട് ഉണങ്ങിയ ഇലയെല്ലാം വീണിട്ട് ഇങ്ങനെ നിറഞ്ഞ് തന്നെ കിടക്കുക. ചട്ടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് ഒന്ന് ലെവലാക്കി എടുക്കട്ടെ ആദ്യമേ. കരിയില തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വളവും കൂടെ കിട്ടുന്ന, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വളം ഇടേണ്ട കാര്യമില്ലായിരിക്കും. അപ്പം അത് ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെടി അതിനകത്തോട്ട് വെക്കാം. വിങ്കാ റോസിൻ്റെ ചെടിയെ നമുക്ക് ചെടിച്ചട്ടി വേണമെങ്കിലും നടാം, നിലത്ത് വേണമെങ്കിലും നടാം. ഞാനിപ്പം നിലത്താണ് നടുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ ഒരു സ്ഥലം. ഇപ്പം നമ്മൾ നിലത്ത് നട്ടാലും ചട്ടിയിൽ നട്ടാലും നല്ല പോലെ വെള്ളം കെട്ടി നിൽക്കാത്ത നീർവാർച്ചയുള്ള മണ്ണിൽ വേണം വിങ്കാ റോസിനെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ. അപ്പം നമുക്ക് ആ ചെടിയെ അങ്ങോട്ട് നട്ടുപിടിപ്പിക്കാവേ. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു വിങ്കായുടെ ചെടിയാണ്, ചുവപ്പ് കളറിലാണ്. ഇപ്പം നല്ല വെയിലായതുകൊണ്ടാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വാടി നിൽക്കുന്നത്. ഇനി നമുക്ക് നട്ടുപിടിപ്പിച്ചിട്ട് വെള്ളമൊക്കെ കൊടുക്കണം. അതുപോലെ നമുക്ക് വിങ്കാ ചെടി നിറയെ പൂക്കളുണ്ടാകണമെങ്കിൽ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മളിതിനെ നട്ടുപിടിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്കിതിനെ ഒന്ന് നട്ടുപിടിപ്പിക്കാം. വാ. അപ്പം ഇതിനെ ഞാൻ ഇതിനകത്തുനിന്ന് മണ്ണിനകത്തുനിന്ന് ഈ ഗ്രോ ബാഗിനകത്തുനിന്ന് ഊരിയെടുക്കാൻ പോവാണേ. ഊരി പോരുമോ നോക്കട്ടെ. പോരുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ ചുവട്ടിലെ മാത്രം, വേര് വരാത്ത ചുവട്ടിലെ മണ്ണ് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത മണ്ണിലാണ് നിൽക്കുന്നത്. അപ്പം ഇത് കണ്ടോ, കുപ്പിച്ചിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ കൈ ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല. അപ്പം ഞാൻ ഈ മണ്ണ് ഇളക്കിയിട്ട് ഇവിടോട്ട് നട്ടു കൊടുക്കുവാണേ. കണ്ടോ, എന്നിട്ട് പതുക്കെ ഈ മണ്ണൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പം അത് ഈ 2-3 ചെടിയാണ് ഇവിടെ നടാനുള്ളത്. ഒന്ന് ഞാൻ അങ്ങേ അറ്റത്ത് നട്ടു, ഒന്ന് ഞാൻ ഇങ്ങേ അറ്റത്ത് നടും, ഒന്ന് ഞാൻ നടുക്ക് നടും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി വേറെ കളറുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൂട്ടണം, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ 3 പേരെ നട്ടു വെച്ചിട്ട് കാണിക്കാവേ. ഈ വേനൽക്കാലം ആയത് കാരണം നമ്മളിതേ കുറച്ച് ഉണങ്ങിയ ഇല കൂടെ ഇതിൻ്റെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലോണം ഇലകളൊക്കെ ഉള്ളതാണ്. എന്നാലും നമ്മൾ കുറച്ച് ഇലയും കൂടെ ഇവിടെ ഇട്ട് കൊടുത്തു. ഈ തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇനി വേണം നമുക്കിതിനെ നനച്ചു കൊടുക്കാൻ. നമ്മൾ ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തണുപ്പ് മാറാതിരിക്കാൻ വേണ്ടിയാണേ.
നമ്മൾ വിങ്കാ റോസ് വളർത്തുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വെള്ളം കൊടുക്കുന്നതിനാണ്. ചെടിക്ക് നല്ല പോലെ ചുവട്ടിൽ നനവും തണുപ്പും വേണം, പക്ഷെ വെള്ളം കെട്ടി നിൽക്കരുത്. ഇപ്പം എപ്പോഴും നമ്മൾ വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ നനവ് മാറിയിട്ടുണ്ട് എന്ന് ഉറപ്പായതിന് ശേഷമേ വീണ്ടും നമ്മളിതിന് നനവ് കൊടുക്കാവുള്ളൂ. വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് അഴുകി പോകുന്നൊരു ചെടിയാണ് വിങ്കാ റോസ്. വിങ്കാ റോസിൻ്റെ ചെടിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പള്ളിമുറ്റത്തൊക്കെ വെറുതെ നിന്ന് നിറയെ പൂടുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് വിങ്കാ റോസ്. അങ്ങനെയും നമുക്ക് ലാഭമാണ്, സൗകര്യമാണ് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ. എന്നും വളവും കൊടുത്തോണ്ട് കൃത്യമായിട്ട് പുറകെ ശ്രദ്ധിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ വെച്ചിട്ട് വളം കൊടുക്കാം, മാസത്തിൽ ഒരു പ്രാവശ്യം. അതേസമയം നിലത്താണെങ്കിൽ അത്രയ്ക്കും കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഇവരുടെ വളർച്ചയ്ക്ക്. പിന്നെ നമ്മൾ വളം പ്രധാനമായും കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇവർ വളരുന്ന സമയത്താണ്. തൈയൊക്കെ വെച്ചിട്ട് വെച്ചുപിടിപ്പിച്ച് നമ്മളിവരെ വളർത്തിയെടുക്കുകയല്ലേ, ആ സമയത്താണ് വളത്തിൻ്റെ ആവശ്യം ഇവർക്ക് ഉള്ളത്. വിങ്കാ റോസിന് ഉള്ള ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് കൃത്യമായി ചെയ്തു കൊടുക്കണം. ഇപ്പം തലപ്പിങ്ങനെ കയറി വന്ന നിറയെ പൂക്കളൊക്കെ ആയി വരുന്ന അവസരത്തിൽ പൂക്കൾ കൊഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അല്ലെ പൂക്കൾ നിൽക്കുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല, ആ തലപ്പ് ഇങ്ങനെ മുറിച്ച് കളയുവാണെങ്കിൽ ചെടി ഇങ്ങനെ പൊക്കം കുറഞ്ഞ് നിറയെ പൂവിട്ട് വരും. നമ്മളൊരു വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ ഒരു 4 കമ്പെങ്കിലും പുതിയതായിട്ട് വരും. ആ 4 എണ്ണത്തിലും നിറയെ പൂവാകും. അങ്ങനെ കുറ്റിച്ച് നിന്ന് നിറയെ പൂവുമായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ നല്ലതാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഈ പ്രൂൺ ചെയ്യുന്ന കമ്പ് നമ്മൾ വെറുതെ കളയണ്ട, അതിനെ നമുക്ക് പുതിയ തൈകളായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഞാൻ തൈ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കാവേ, വാ. ഇതുപോലെ വരുന്ന മുകളിലോട്ടും പൊങ്ങി വരുന്ന ഭാഗങ്ങൾ കണ്ടോ, അതിനെ നമ്മളിത് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് ഈ താഴെയുള്ള 2-3 ഇലകളെ അങ്ങ് കളഞ്ഞോണം, കണ്ടോ. ഇനി ഇതുപോലൊരു ചെറിയ പാത്രത്തിനകത്തോ ചട്ടിക്കകത്തോ ഇതുപോലെ മണ്ണെടുത്തിട്ട് ഈ തലപ്പ് അതിനകത്തേക്ക് അങ്ങ് നട്ടുവെച്ചാൽ മതി. വെയിൽ കടിക്കാതെ വെക്കണം കേട്ടോ, അല്ലെ ചോട് പിടിച്ച് കിട്ടാൻ പാടാണ്. ഇത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ദിവസം തന്നെ വെള്ളം കൊടുത്താൽ മതി. ആ കൊടുക്കുന്ന വെള്ളം ഇച്ചിരി സാഫ് കലക്കിയ വെള്ളമാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ തൈയായിട്ട് മാറും. അപ്പം നമ്മൾ ഇന്ന് മാറ്റി നട്ടതുപോലെ തന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കോ ചട്ടിയിലേക്കോ മാറ്റി നടാനായിട്ട് പറ്റുകയും ചെയ്യും. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലോ അങ്ങോട്ട് മാറി നിന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കയ്യും കാലും ഓടി. ഇതുപോലെ കിളിപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഈ പ്രൂൺ ചെയ്ത് കളയുന്ന കൊച്ചു കമ്പുകളെ നട്ട് പുതിയ തൈയാക്കാം. വിങ്കാ റോസിൻ്റെ ചെടിക്ക് എപ്പോഴും ഈ മുഞ്ഞയുടെയും മീലിമൂട്ടയുടെയും ഒക്കെ ശല്യങ്ങളുണ്ടായി ചെടി പെട്ടെന്ന് തന്നെ കമ്പുകൾ വെച്ച് അഴുകി ഫംഗസും ഒക്കെ പിടിക്കാറുണ്ട്. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് ഈ സാഫ് കണ്ടോ, ഈ സാഫ് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനകത്ത് അത്രയും സാഫ് എടുത്താൽ മതി. ആ സാഫ് മാത്രമോ അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇച്ചിരി വേപ്പെണ്ണയും സോപ്പും കൂടെ ചേർത്താലും നല്ലതാണ്. എന്നിട്ട് ചെടിയുടെ ഇലകളുടെ അടിയിലും തണ്ടിലും ഒക്കെ വീഴുന്ന രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത്തരത്തിലുള്ള കീടങ്ങൾ പിടിച്ചിട്ടുണ്ടേ പോലും നമുക്ക് മാറിക്കിട്ടും, പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പം നമ്മളിതൊരു 10 ദിവസമെങ്കിലും കൂടുമ്പം ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ഇതുപോലെ 2 ഗ്രാം സാഫ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി അതുപോലെ ഇച്ചിരി വേപ്പെണ്ണയും സോപ്പും ചേർത്ത് ചെടികളിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിങ്കാ റോസ് ഇതുപോലെ അഴുകിപ്പോകാതെയും രോഗങ്ങൾ പിടിക്കാതെയും നിറയെ പൂക്കളുമായിട്ട് നിൽക്കും. അപ്പം നമ്മൾ ഇന്ന് നട്ടുപിടിപ്പിച്ച ചെടിയൊക്കെ നമുക്ക് അടുത്ത ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ ഒക്കെ വീഡിയോകൾ കാണിക്കുന്ന കൂട്ടത്തിൽ അവർ ചുവട് പിടിച്ച് വളർന്ന് വലുതാകുകയും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ വിങ്കാ റോസ് നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് വെള്ളം കൂടിപ്പോയിട്ട് വിങ്കാ റോസ് ചീഞ്ഞു പോയതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിങ്കാ റോസ് നഷ്ടപ്പെടുന്നത് ഈ വെള്ളം കൂടുന്നത്. അതിപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാകാം, അല്ലെങ്കിൽ മഴക്കാലത്താകാം വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് അഴുകി ഇങ്ങനെ ഒരു ചെടി ഇവിടെ നട്ടുപിടിപ്പിച്ചതാണെന്ന് പോലും തോന്നുകയില്ല. ആ രീതിയിൽ ഇല്ലാതായി പോകും വെള്ളം കൂടിപ്പോകുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതേപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വിങ്കാ റോസിനെ വളർത്തിയെടുക്കുവാണെങ്കിൽ വിങ്കാ മാത്രം മതി നല്ലൊരു പൂന്തോട്ടം നമ്മളുടെ വീടിന് മുന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് എനിക്ക് തോന്നുന്നത് 30 രൂപ, ചില ആൾക്കാർ പറയുന്നത് 15 രൂപയ്ക്ക് വരെ കിട്ടാനുണ്ടെന്നാണ് കേട്ടോ. ഹൈബ്രിഡിനാണ് ഈ 50 രൂപയും അതുപോലൊക്കെ വരുന്നത്. ചില നഴ്സറിക്കാർ അതിലും കൂടുതലും മേടിക്കും. അത് സ്ഥലത്തിൻ്റെ പ്രാധാന്യവും
ചെടി വളർത്താനുള്ള ആൾക്കാരുടെ എണ്ണ കൂടുതലും ഒക്കെ ഉള്ളിടത്താണ് ഇതേപോലെ വില വരുന്നത്. താരതമ്യേന മറ്റുള്ള ചെടികളെക്കാളും വില കുറവുള്ളൊരു ചെടിയാണ്. അപ്പോൾ വിങ്കാറോസ് എല്ലാവരും വാങ്ങിച്ച് ഒരു 4 ചുവടെങ്കിലും വ്യത്യസ്തമായ കളറിലെ ഒരു 4 ചുവടെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. ഇത് പിന്നെ ഇതിനകത്തുണ്ടാകുന്ന പൂക്കളുടെ വിത്തുകളിൽ നിന്ന് വേണമെങ്കിലും പുതിയ പുതിയ തൈകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ കമ്പൊടിച്ച് നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.